നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിക്കടുത്ത് മാള എന്ന സ്ഥലത്താണ്. മാള എന്ന് കേൾക്കുമ്പോൾ എൻ്റെയൊക്കെ പ്രായമുള്ളവരുടെ മനസ്സിൽ വരുന്നത് കെ കരുണാകരൻ്റെ പഴയ അസംബ്ലി എന്നുള്ള കാര്യമാണ്, അല്ല നിയോജക മണ്ഡലം എന്നുള്ള കാര്യമാണ്. അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ സ്ഥലമായിരുന്നു ഇത്, കരുണാകരൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ മാള അരവിന്ദൻ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോജു, ഇവരുടെയൊക്കെ നാടുകൂടിയാണ് മാള. മാളയിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാൻ വേണ്ടിയാണ്. അതായത് എന്താണ് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പ്രീ KG തൊട്ട് PhD വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിനുള്ളിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. 25 വർഷം മുമ്പ് 6000 സ്ക്വയർ ഫീറ്റിൽ ആരംഭിക്കുകയും ഇപ്പോൾ 5 ലക്ഷം സ്ക്വയർ ഫീറ്റിലായിട്ട് ഇപ്പോൾ പരന്നു കിടക്കുകയും ചെയ്യുന്ന ഒരു വളരെ വിശാലമായ ഒരു സരസ്വതി വിദ്യാലയമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രീ KG തൊട്ട് PhD വരെ, അതിൻ്റെ ഇടയ്ക്ക് ധാരാളം കാര്യങ്ങൾ, അതായത് പോളിടെക്നിക് ഉണ്ട്, ബിഫാമിൻ്റെ കോളേജുണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, പിന്നെ MBA ഉണ്ട്, ആർട്സ് ആൻഡ് സയൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതേപ്പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഉള്ളത് നിർമ്മൽ എബ്രഹാമാണ്. അദ്ദേഹം ഇവിടുത്തെ MBAയുടെ ഫാക്കൽറ്റി മെമ്പറാണ്, കൂടാതെ ഇവിടുത്തെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡീനും കൂടിയാണ്, അല്ലേ? അപ്പോൾ കാര്യമായ രീതിയിൽ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കുകൊണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു അന്തരീക്ഷമാണ്. ഞാനിപ്പോൾ പറയായിരുന്നു, നമ്മൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ശരിക്കും നല്ല നാട്ടുമ്പുറം. എറണാകുളം എന്ന് പറഞ്ഞാൽ വലിയ നഗരം വിട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ഗംഭീരമായ നാട്ടുമ്പുറത്ത് എത്തുന്നത്. അതിൻ്റെ ഒരു സുഖമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. അതുപോലെ ഫുൾ മരങ്ങളൊക്കെയുള്ള വിശാലമായ ക്യാമ്പസാണ്. പിന്നെ ആലുവയിൽ നിന്നും വലിയ ദൂരമല്ല, 10-16 കിലോമീറ്റർ കൊണ്ട് ഇവിടെ എത്താവുന്നതുള്ളൂ, അത്ര അടുത്താണ്. ഇവിടുത്തെ സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട്, കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മണിപ്പൂർ, നാഗാലാൻഡിൽ നിന്നുള്ള കുട്ടികൾ വരെയുണ്ട്. പക്ഷേ സ്കൂളാണെങ്കിൽ ഒരു 40 കിലോമീറ്റർ ദൂരെയുള്ള കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. സ്കൂള് തുടങ്ങാൻ പോകുന്നതുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ തിരക്കില്ലാത്തത്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, അല്ലേ? അപ്പോൾ 25 വർഷം മുമ്പ് തുടങ്ങി, അന്ന് സ്കൂളായിട്ട് തുടങ്ങി, അല്ലേ? സ്കൂളായിട്ട് ഈ ഒരു ബിൽഡിംഗ് 6000 സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് തുടങ്ങി. പിന്നെ നമ്മൾ MBA സ്റ്റാർട്ട് ചെയ്തു, ആർട്സ് ആൻഡ് സയൻസ്, എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, പിന്നെ ഫാർമസി, പിന്നെ ഒരു PhD സെൻറ്റർ കൂടെ ഉണ്ട്, റിസർച്ച് സെൻറ്റർ കൂടെ നമുക്കുണ്ട്. പിന്നെ വലിയൊരു ഞാനും കോട്ടയംകാരനാണ്. അപ്പം നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി ഒരു ഇഷ്യൂ ആണ്, കാരണം നാട്ടുമ്പുറമാണ്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ പല രീതി യൂഷ്വലി കാരണം വരുന്ന പല രീതി യാത്ര ചെയ്തപ്പോഴൊക്കെ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആക്സസിബിളാണ്, വളരെ അടുത്താണ്. ഇപ്പം നമ്മൾ ഈ കയറി വന്ന നേരെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, തിരുവനന്തപുരം വരെ പോകുന്ന ബസ്സുകളെല്ലാം തന്നെ കിട്ടും. പിന്നെ തൊട്ടടുത്ത് തന്നെ KSRTC സ്റ്റാൻഡ് ഉണ്ട്, നമ്മൾ കരുണാകരൻ കൊണ്ടുവന്ന. നല്ല റോഡുകളെല്ലാം ചെറുതാണെങ്കിലും നല്ല റോഡുകളാണ്, തിരക്ക് കുറവാണ്. ആക്സസിബിൾ. ഇപ്പോൾ ഇവിടെ KSRTC സ്റ്റാൻഡ് ഉണ്ട്, തൊട്ടടുത്ത് പ്രൈവറ്റ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് വരുന്നവർക്ക് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്ന് എത്താം. എറണാകുളം സൈഡിൽ നിന്നാണെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്താം. രണ്ടിടത്തു നിന്നും 20 മിനിറ്റ് കൂടുമ്പോൾ ബസ്സും ഉണ്ട്. എയർപോർട്ടിൽ നിന്ന് വരുവാണെങ്കിൽ പോലും നമുക്ക് 25 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കും വളരെ അടുത്താണ്. സോ അങ്ങനെ ആക്സസിബിൾ ആണ്. ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ഭംഗിയും സമാധാനവും ഒക്കെ ഉണ്ട്, എന്നാൽ ഒരു ആക്സസിബിലിറ്റിക്ക് ഒരു കുറവ് ഇല്ലാത്തൊരു. അപ്പോൾ ഇവിടെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടല്ലോ, ഹോസ്റ്റൽ സൗകര്യം സ്കൂൾ തൊട്ട് ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജ് വരെ എല്ലാവർക്കും ഉണ്ട്, ഫാക്കൽറ്റിക്കും ഉണ്ട്, എല്ലാവർക്കും സ്റ്റേയും ഫുഡും അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് നടന്നാലോ, ഒന്ന് ക്യാമ്പസ് കണ്ടുകൊണ്ട്, അല്ലേ? അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ഞാൻ എന്തായാലും ഈ ക്യാമ്പസ് പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യം, മനസ്സിൽ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടംപോലെ കോളേജുകളും സ്കൂളുകളും ഉള്ളപ്പോൾ എന്തിനാണ് ഞാൻ ഇവിടെ പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇവിടെ പഠിക്കാൻ പറ്റുന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. എന്താണ് അതിനൊരു ഉത്തരമായിട്ട് പറയാവുന്നത്? നമ്മൾ സ്കൂളിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് പേരൻസ് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഈ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിള്ളേരൊക്കെ അമ്മേ ചായ, അമ്മേ ചപ്പാത്തി, അച്ഛാ ബൾബ് മാറി തരുമോ, ക്രിസ്മസിന് സ്റ്റാർ ഇട്ട് തരുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ലെവലിലാണല്ലോ പിള്ളേർ. അവർക്ക് ലൈഫ് സ്കിൽസ് കുറവാണ്. നമ്മൾ ആ ഒരു കാര്യത്തിൽ ഒരുപാട് ഫോക്കസ് കൊടുക്കുന്നു. ഇപ്പം ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസം ഇല്ലാതെ കുക്കിംഗ് പഠിപ്പിക്കാൻ നമുക്ക് കുക്കിംഗ് ലാബുണ്ട്. അതേപോലെ വീഡിയോ എഡിറ്റിംഗ്. ഇപ്പം ഒരുപാട് പേര്, ഞാൻ ബൈജു നായർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ BMW Z4 കാര്യം, കാർ കളക്ഷൻ്റെ കാര്യം, പുതിയ വീടിൻ്റെ കാര്യമൊക്കെ എന്നോട് പറയാം. അപ്പോൾ അത് കുട്ടികൾ ഇപ്പോൾ ഒരു സീരിയസ് പ്രൊഫഷനായിട്ട് കണ്ടു തുടങ്ങി. പിന്നെ അപ്പോൾ അതിൽ നമ്മൾ എന്തിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിക്കുന്നത്? സ്കൂളിൽ നമ്മൾ ഇവരുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കി 4ാം ക്ലാസ് മുതൽ. അതായത് വീഡിയോ നമുക്ക് അകത്ത് പോകുമ്പോൾ കാണാൻ പറ്റും, സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ പ്രസന്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, എന്ത് കീവേഡ് ആയിടേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സിലായിടേണ്ടത്. എനിക്ക് സത്യത്തിൽ ഇപ്പോഴും അറിയാൻ പറ്റും, എന്നെ പഠിപ്പിക്കാൻ 27 വർഷം എക്സ്പീരിയൻസിൽ അത് പഠിച്ചു. നമ്മൾ സ്കൂൾ ലെവലിൽ പിള്ളേരെ അത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത് നമ്മൾ അവർക്കൊരു പ്രൊഫഷൻ ഓപ്പൺ അപ്പ് ചെയ്യുവാണ്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങൾ, സെൽഫ് സഫിഷ്യൻസി പോലെ തന്നെ സെൽഫ് ഡിഫെൻസ് ഒരു വലിയ ഫാക്ടറാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ. നമ്മൾ മാർഷ്യൽ ആർട്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കളരിയുണ്ട്, കരാട്ടെ, കുങ്ഫു, ജൂഡോ, യോഗ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്കൂൾ ലെവലിൽ അതാണ് ഒരു പ്രത്യേകത. നമ്മൾ ഇപ്പം ബസ്സുകളിലൊക്കെ കണ്ടു കാണും, നമ്മുടെ പുറത്തുനിന്നുള്ള ടീച്ചേഴ്സ് ഒരുപാട് കൂടുതലാണ്.
ടീച്ചേഴ്സ് മാത്രമല്ല കുട്ടികളെന്താ ഇപ്പൊ തന്നെ അവിടെ കാണുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ നാഗാലാൻഡ്, മണിപ്പൂർ അല്ലെ? അതെ 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 നമുക്ക് എല്ലായിടത്തും ഉണ്ട്. ഇവൻ തമിഴ്നാട്ടിൽ നിന്നുണ്ട് കുട്ടികൾ, തെലങ്കാന, മണിപ്പൂരുണ്ട്, മിസോറാം ഉണ്ട്. അപ്പോൾ ഈ പിള്ളേരെല്ലാം നമുക്ക് അവിടുന്ന് പല സ്ഥലത്തു നിന്നും കോളേജുകളും സ്കൂളിലുമായിട്ടുണ്ട്. പേരൻസിന് ഇഷ്ടപ്പെടുന്ന കേസ് വെച്ചാൽ നമ്മൾ ആ എക്സ്പോഷർ പിള്ളേർക്ക് കൊടുക്കുന്നു. സാധാരണ നമ്മൾ ഇവിടുന്ന് വെളിയിലോട്ട് ഇപ്പോൾ ഊട്ടി വിട്ട് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ചെന്നൈ വിട്ട് പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതൽ ഒരു എക്സ്പോഷർ, ലാംഗ്വേജ് വൈസ് ഒരു എക്സ്പോഷർ കിട്ടാൻ. നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് തന്നെ കേരളത്തിന് പുറത്ത് പഠിച്ച സ്റ്റാഫുകളാണ്. പ്ലസ് നമ്മൾ ഗോവയിൽ നിന്നും മണിപ്പൂരിൽ നിന്നും മിസോറാമിൽ നിന്നും ഒക്കെ ടീച്ചേഴ്സിനെ കൊണ്ടുവരുന്നു. കുട്ടികൾക്ക് അത് ബെനിഫിഷ്യലുമാണ്. കാരണം ആ ഒരു എക്സ്പോഷറാണ് ഇത് സാധാരണ പുറത്ത് നമ്മൾ ടീച്ചേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഹോളി ഗ്രേസ് അക്കാഡമി, CBSE റെസിഡൻഷ്യൽ സ്കൂൾ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബിൽഡിംഗ്. ഫസ്റ്റ് ബിൽഡിംഗ് ഇതെല്ലാം അപ്പുറയാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് കാണാം. ആ ഒരു ബിൽഡിംഗ് നമ്മൾ തുടക്കം. ഇത് നമുക്ക് നാഗാലാൻഡിൽ നിന്നുള്ള പിള്ളേർ, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. How is life in Kerala? Very peaceful. It's a beautiful state. And how is the climate here? It's hot, but Okay. So you're enjoying Kerala, right? yes, a lot. It's a very beautiful place. Okay. And how is the food here? Food, yeah, it's good. Food is good. Very nice. നമുക്ക് ഇവരുടെ മെനു ഉണ്ട്. You have your own menu here. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് ഞങ്ങൾ ഇവരുടെ ഫുഡും ഇവർ നമ്മുടെ ഫുഡും. So did you learn Malayalam? You can speak. Correct. So you're all going to be popular. Thank him later. Yeah. See you guys. Okay. Bye. അതുകൊള്ളു. അവരുടെ ഫുഡും ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഇവരുടെ ഫുഡ് കൊടുത്ത് തുടങ്ങി. പക്ഷെ ഇവര് നമ്മുടെ ടേസ്റ്റ് ചെയ്ത് നമ്മുടെ ഫുഡിലോട്ട് ഇവരായി, നമ്മുടെ പിള്ളേർ ഇവർ. ശരി. എന്തായാലും വളരെ ഗംഭീരമായ ക്യാമ്പസ് ആണ്, സമ്മതിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു നാടിന്റെ ഒരു എന്താ പറയുക, ഒരു ശാന്തത തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ഈ വെളിയിലേക്കൊക്കെ കുട്ടികൾ പോയി ഈ സ്ട്രെങ്ത് കുറയുന്നുണ്ട് ക്ലാസ്സുകൾ, അങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പോൾ? സ്ട്രെങ്ത് നമ്മൾ പൊതുവെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ നമുക്ക് കുറവാണ്. അതിപ്പോൾ കോളേജിലൊക്കെ ശ്രദ്ധിച്ചാൽ കെമിസ്ട്രി, മാത്സ്, സയൻസ് സ്ട്രീമുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ ഇഷ്യൂ ഇല്ല. കാരണം പ്രൊഫഷണൽ കോഴ്സസിന് പിള്ളേർ ഇപ്പോഴും വരുന്നുണ്ട്. പ്രത്യേകിച്ച് MBA പോലുള്ള കോഴ്സുകൾക്കും BTechനും ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവർ ആഗ്രഹിക്കുന്ന എക്സ്പോഷർ. ഇപ്പം പിള്ളേർ പുറത്തു പോകുന്നതിന് ശരിയാണ്, ഫ്രീഡം ഒക്കെ ഒരു ഫാക്ടറാണ്. എന്നാലും പേരൻസ് ഒക്കെ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മാക്സിമം എക്സ്പോഷർ കിട്ടുക, ഇന്റർനാഷണലി ഒരു എക്സ്പോഷർ കിട്ടുക എന്നുള്ളത് അത് നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് MBAയുടെ കേസിൽ പ്രത്യേകിച്ച് നമ്മളവിടെ ഒരു ഇന്റർനാഷണൽ ഇമേർഷൻ പ്രോഗ്രാം ഉണ്ട്. ഇമേർഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ഇവരെ പല സ്ഥലങ്ങളിലായിട്ട് ഒരു 2 വർഷം കൂടുമ്പം നമ്മൾ ഒരു ഫോറിൻ ട്രിപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഇൻഡസ്ട്രി വിസിറ്റ്, ഫാക്ടറി വിസിറ്റ്, അക്കാഡമിക് ഇൻട്രാക്ഷൻ ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ MBA സ്റ്റുഡൻസ് നമ്മൾ ചൈനയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ചൈനയുണ്ട്, പാരീസ് ഉണ്ട്, ദുബായ് ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്. കഴിഞ്ഞ വർഷം മലേഷ്യ ആയിരുന്നു. ഈ വർഷം നമ്മൾ വീണ്ടും ദുബായ് നോക്കുവാണ്. അപ്പൊ അവിടെ ചെന്ന് അവിടെ ഈ പറഞ്ഞ എല്ലാ കുഞ്ഞു കാര്യവും ഇപ്പൊ ഇവരെ ഒരു എന്താ പറയുന്നത് ഇമിഗ്രേഷൻ നിൽക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പഠിക്കുവാണല്ലോ. അപ്പൊ അതും പിന്നെ ഒരു ഫാക്ടറി വിസിറ്റ്, ഇൻഡസ്ട്രി വിസിറ്റ്, ഇതെല്ലാം കഴിഞ്ഞ് അതൊരു ആംഗിള്. രണ്ടാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവരിക. ഇപ്പം MBAയിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഹാർവർഡ് ബിസിനസ് സ്കൂൾ, ഇപ്പം ലോകത്തെ തന്നെ ഏറ്റവും നല്ല B സ്കൂളാണല്ലോ, അവിടെ നിന്ന് ഒരു സ്റ്റുഡൻറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഫുൾ ഡേ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് ഇവിടെ അവിടുത്തെ ടീച്ചിങ് മെത്തേഡ്സ് എന്താണ്, കേസ് സ്റ്റഡി എങ്ങനെ അനലൈസ് ചെയ്യുന്നത്, ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കുന്നത്, പഠന രീതി എങ്ങനെയാണ് വ്യത്യാസം, ഇതെല്ലാം പിള്ളേരുമായിട്ട് ആൾ പറഞ്ഞു. അതൊരു വലിയൊരു ഇതായിരുന്നു. പിന്നെ നമ്മൾ ഫിൻലൻഡിൻ്റെ ഒരു മിനിസ്റ്ററിനെ കൊണ്ടുവന്നിരുന്നു. ബ്രാൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ US ഏറ്റവും തന്നെ അഡ്വർടൈസിങ് പഠിക്കാൻ ലോകത്തെ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ബ്രാൻഡ് സെൻറ്റർ. അവിടെ നിന്ന് അഗ്രിം പ്രകാശ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് പുള്ളി അവിടുത്തെ സ്റ്റുഡൻ്റാണ്, പിള്ളേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഇന്റർനാഷണൽ ഇമേർഷൻ എന്ന് പറയുമ്പോൾ സാധാരണ കോളേജുകൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടൂറാണ്. നമ്മളത് കൂടാതെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഫാക്ടറി വിസിറ്റ്, അക്കാഡമിക് ഇൻട്രാക്ഷൻ, അവിടുന്ന് സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് MBAയിലും പ്രത്യേകിച്ച് BTech ഉള്ള പ്രോഗ്രാംസ് നമുക്ക് അങ്ങനെ കുറവില്ല. കുട്ടികളുടെ ഒരു പ്രശ്നം. അപ്പോൾ MBA കോളേജിൽ BBA MBA ആണോ ഉള്ളത്? അല്ല, MBA ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ആർട്സ് കോളേജിന്റെ ഭാഗമായിട്ട് BCom BBA ഉണ്ട്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഇന്റഗ്രേഷൻ ആവശ്യം വരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 6000 സ്ക്വയർ ഫീറ്റ് തുടങ്ങി നമ്മളിപ്പം എത്തി നിൽക്കുന്നത് 5 ലക്ഷം സ്ക്വയർ ഫീറ്റ്, 5000 കുട്ടികൾ, 500 സ്റ്റാഫ്, എല്ലാം 5ആണ്. 5000 കുട്ടികളായി, 5000 കുട്ടികൾ, 500 സ്റ്റാഫ്, 5 ലക്ഷം സ്ക്വയർ ഫീറ്റ്, 6 ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് മാത്രം നമ്മൾ 5 നിർത്താൻ ഉദ്ദേശിച്ചില്ല. ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? ഐ മീൻ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ട്രസ്റ്റ് ആണ്. ഇപ്പൊ ഇവിടുത്തെ പല ഫാമിലീസ് ചേർന്ന് നേരത്തെ കണ്ട ബെനിസർ ഉൾപ്പെടെയുള്ള ഒരു ട്രസ്റ്റാണ്. അപ്പൊ അതിൽ നമ്മൾ സ്കൂൾ തുടങ്ങി ഓരോ ഇതിലോട്ടും പോവാണ്.
പിന്നെ വേറൊരു ഫാക്ടർ നേരത്തെ ചോദിച്ചില്ലേ ഇപ്പം എന്താണ് കുട്ടികളും പേരൻസും ഇഷ്ടപ്പെടുന്ന വേറൊരു ഫാക്ടർ ഫ്രണ്ട്ലിനെസ്. ഇപ്പം ആ പിള്ളേരൊക്കെ ഉണ്ട്, അതെ ശരി. ഞാൻ അവരെ ഡയറക്റ്റ് പഠിപ്പിക്കുന്നൊന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും അവർ നമ്മളോട് വളരെ ഫ്രണ്ട്ലി. അപ്പം അത് നമ്മൾ പൊതുവെ കൊടുക്കുന്ന, എനിക്ക് തോന്നുന്നത് അത് ഈ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു കൂട്ടായ്മയുടെ സുഖം ഉണ്ടാവും. അതാണ് അവരെ നമ്മളുടെ അടുപ്പം, മാനസികമായിട്ട് അടുപ്പം വരാനുള്ള കാരണം. അപ്പൊ ഇതാണ് സ്കൂളിന്റെ മെയിൻ, ഇതാണ് സ്കൂളിന്റെ മെയിൻ ബിൽഡിംഗ്. ശരി. അപ്പൊ ഇവിടെ ക്യാൻറ്റീൻ, ആ കാണുന്ന ക്യാൻറ്റീൻ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പം ഈ നമ്മൾ പ്രീ KG ലെവൽ മുതലുള്ളൊക്കെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, വൈകുന്നേരം പാല്, ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റു കുട്ടികൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ ഇപ്പം ഈ സ്കൂൾ ബസ്സുകൾ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ്? സ്കൂൾ ബസ് ശരിക്കും ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ, അതും 50 കേട്ടോ, 50 കിലോമീറ്റർ റേഡിയസ്. 50 ബസ്സാണോ ഉള്ളത്? 50 ബസ്, 60 ബസ് ആക്കി നമ്മൾ. 50 ആയിരുന്നു പക്ഷെ പറയാൻ സുഖം വേണം 50 പക്ഷെ 60 ഉണ്ട് നമുക്ക്, 60 ബസ്സുകൾ. പിന്നെ ഈ പറഞ്ഞ പോലെ 50 കിലോമീറ്റർ സ്ക്വയർ എന്നുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എറണാകുളത്തുനിന്ന്, പിന്നെ ആലുവ സൈഡിൽ നിന്നൊക്കെ ഉണ്ട്, തൃശ്ശൂർ സൈഡിൽ നിന്നുണ്ട്. അങ്ങനെ നമ്മൾ ആക്സസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അതും നമുക്കുണ്ട്. കാരണം ഏത് രീതിയിൽ ഇവിടെ എത്താനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ക്ലാസ് ടൈമിംഗ്? ക്ലാസ് ടൈമിംഗ് യൂഷ്വലി കോളേജസിനാണ് 9 to 4:30 ആണ്. സ്കൂളിന് ശരിക്കും പറഞ്ഞാൽ 8:50 to 3:50 അതാണ് ടൈം. കുട്ടികൾക്കൊന്നും കുറവാണ്. പിന്നെ സ്കൂൾ കുട്ടികളുടെ കേസ് നമ്മൾ ഒരു കാര്യം ഉറപ്പുവരുത്താൻ നോക്കുന്നത് ഇവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. അതിപ്പോൾ ഒരു വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അതും നമ്മൾ എന്താ പറയുക, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നത് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് ക്യാമ്പസ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പേരൻസിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് എന്ത് ചേഞ്ച് നമുക്ക് കരിക്കുലത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കും. പേരൻസ് പൊതുവേ ഈ കോവിഡ് സമയത്ത് മുതലൊക്കെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ പിള്ളേർ പുറത്തിറങ്ങുന്നില്ല, അവർ കളിക്കാൻ പോകുന്നില്ല, വീട്ടിൽ വന്ന് വീഡിയോ ഗെയിമിൽ ഇരിക്കുന്നു, കഴിക്കാൻ ഫോൺ വേണം, കുളിക്കാൻ ഫോൺ വേണം, ടോയ്ലറ്റിൽ പോകാൻ ഫോൺ വേണം. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മാൻഡേറ്ററി ആയിട്ടൊരു 1 hour ഫിസിക്കൽ എക്സസൈസ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്തിരിക്കണം. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളല്ലെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ചേഞ്ചസ് പോസിറ്റീവ് ആയിട്ടുള്ള ഇതുണ്ട്. അതേപോലെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ, അവർക്ക് എന്താണ് പ്രത്യേകമായിട്ട്? സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക് സ്പെഷ്യൽ ക്ലാസ് റൂംസ് ഉണ്ട്. ഇവർക്ക് തന്നെ സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ BEd എടുത്ത ടീച്ചേഴ്സ്. അപ്പോൾ അവരെ കൊണ്ടുവന്ന് ഇവർക്ക് സ്പെഷ്യൽ ക്ലാസ് റൂംസും സ്പെഷ്യൽ അറ്റൻഷനും കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അവർക്ക് ഒരിക്കലും പേരൻസിന് ആ ഒരു ഫിയർ വരത്തില്ല. സാധാരണ ഇവരെ നമ്മൾ ഒരു റെഗുലർ ക്ലാസ് റൂമിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റപ്പെടുവോ അങ്ങനെയുള്ള നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്താൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പോൾ ഈ സിറ്റിയിൽ താമസിക്കുന്നവർ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗം അത് ഇതെന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തരം സ്ഥലങ്ങളുടെ ഏറ്റവും വലിയ ഗുണം അതിലേക്കൊന്നും ഒരിക്കലും മനസ്സ് പോകില്ല എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ കൾച്ചർ ജനറലി ഡിഫറെന്റ് ആണ്. അങ്ങനത്തെ ഒരു എക്സ്പോഷർ കുട്ടികൾക്ക് നെഗറ്റീവ് എക്സ്പോഷർ ഇല്ല. പിന്നെ നമ്മളിവിടെ അത്യാവശ്യം ഞാൻ പറയാം ഫ്രണ്ട്ലി ആയതുകൊണ്ട് പിള്ളേർ ഓപ്പൺ അപ്പ് ചെയ്യും. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരുടെ സ്ട്രഗിൾസ് ആണ്. നമുക്ക് മെന്ററിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ മെന്ററിംഗ് സിസ്റ്റത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കോളേജ് ലെവലിൽ ഈ കുട്ടികളുമായിട്ട് നമ്മൾ ഇന്ററാക്ഷൻ എല്ലാ ആഴ്ചയിലും ഒരു മെന്ററിംഗ് അവർ ഉണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് പോളിടെക്നിക്കുകാർ ചെയ്യുന്നൊരു കാര്യം നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് കാണാം. അപ്പം നോൺ വെജ് അല്ലേ? വെജ് ഉണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം വളരെ ഗംഭീര സംഭവമാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കയറാൻ പറ്റുന്നില്ല, മുഴുവൻ കുട്ടികളായിരിക്കും. അവർക്ക് സബ്സിഡൈസ്ഡ് റേറ്റ് ഒക്കെ ആണോ പൊതുവെ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും സ്റ്റാഫിന് ഉൾപ്പെടെ സബ്സിഡൈസ് റേറ്റ് ആണ്. നമ്മുടെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന സ്റ്റാഫിനാണെങ്കിൽ ഫ്രീ ഫുഡാണ്. ആണല്ലേ? ഫ്രീ ഫുഡ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ ഫാക്കൽറ്റി ആകാനുള്ള സാധ്യത ഫാക്കൽറ്റി ആകാനാണെങ്കിൽ ഫുഡും ഫ്രീ, സ്റ്റേയും ഫ്രീ. ശരി ശരി, അത് കൊള്ളാം. നമ്മുടെ പാക്കേജിന്റെ ഭാഗമായിട്ട് തന്നെ അത് ഓഫർ ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ദൂരെ നിന്നൊക്കെ സ്റ്റാഫ് ഉണ്ട്. ട്രിവാൻഡ്രത്തിൽ നിന്നുണ്ട്, കേരളത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉണ്ട്. സ്റ്റാഫിന് നമ്മൾ മാക്സിമം ഈ പറഞ്ഞ പോലെ ഇൻസെന്റീവ്സും ഇതുപോലത്തെ പെർക്സ് ഒക്കെ കൊടുക്കുന്നു. ഫീസ് സ്ട്രക്ചർ, ഫീസ് എന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഇത്രയും സൗകര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ ഫീസ് ആയിരിക്കും. അങ്ങനെ ഉണ്ടോ? ഇല്ല, റീസണബിൾ ആണ്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജ് തന്നെ എടുക്കാം. ഇപ്പോൾ MBA കോളേജിൽ സാധാരണ ഒരു MBA പ്രോഗ്രാം പഠിച്ചിറങ്ങണമെങ്കിൽ ചുരുങ്ങിയ നല്ലൊരു കോളേജാണ് ഒരു 7 ലക്ഷം 8 ലക്ഷം രൂപ 10 ലക്ഷം അതിന് മേളിലോട്ടാവും. നമ്മളിവിടെ MBAയിൽ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടോ എല്ലാത്തിനും പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ 3.5 lakhs ആണ്. 3.5 lakhs ഇന്റർനാഷണൽ ഇമേർഷൻ വരും. ഇവർക്ക് ഒരു മാസത്തിൽ 2 or 3 ഇൻഡസ്ട്രി ഇന്ററാക്ഷൻസ് വരും, 2 മാസം ഇന്റേൺഷിപ്പ് വരും, 2 മാസം പ്രോജക്റ്റ് വരും. പിന്നെ ഫാക്കൽറ്റിയുടെ കേസ് ആണെങ്കിലും എടുത്തു പറഞ്ഞാൽ നമ്മൾ ഡൈവേഴ്സിറ്റി ഉള്ള ഫാക്കൽറ്റിയെ മാക്സിമം കൊണ്ടുവരുന്നത്. കാരണം പൊതുവേ യൂണിവേഴ്സിറ്റികൾ കാണിക്കുന്നൊരു തെറ്റെന്ന് ഞാൻ പറയത്തില്ല. പല കോളേജസും നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അക്കാഡമീഷ്യൻസിനെ മാത്രമാണ് കൊണ്ടുവരുന്നത്. അതായത് ഒരു 20-30 വർഷം അക്കാഡമിക്സ് നിൽക്കുന്ന PhD ഉള്ള ആൾക്കാർ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അത് 10 പേരും അങ്ങനെ ആകുമ്പോൾ ഒരേ തരത്തിലുള്ള പെർസ്പെക്റ്റീവ് കുട്ടികൾക്ക്. നമ്മളിവിടെ ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാരെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ മീഡിയയിൽ പ്രസൻസ് ഉള്ളൊരു വ്യക്തിയാണ്. പിന്നെ GCC കൺട്രീസ് വർക്ക് ചെയ്ത ആൾക്കാർ എടുത്തിട്ടുണ്ട്. US 10 വർഷം വർക്ക് ചെയ്ത പുഷ്പ എന്ന് പറഞ്ഞൊരു മാഡം നമുക്കുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു MBA ഓഫർ ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ ബെനിഫിറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു.
അപ്പോൾ നമുക്ക് ഇനി കോഴ്സുകളിലേക്ക് പോവാണെങ്കിൽ ആർട്സ് ആൻഡ് സയൻസിൽ എന്തൊക്കെയാണ് കോഴ്സ്? ആർട്സ് ആൻഡ് സയൻസിൽ ഇപ്പം നിലവിൽ BCom BBA നമ്മൾ BCAക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് പോളിടെക്നിക് കോളേജ് ഉണ്ട്, അതിൽ 5 ബ്രാഞ്ചസ് ഉണ്ട്. എഞ്ചിനീയറിംഗിൽ 9 ബ്രാഞ്ചസ് ഉണ്ട്. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ബ്രാഞ്ചസ് കൂടാതെ നമുക്ക് പുതിയ AI മെഷീൻ ലേണിംഗും ഡേറ്റാ സയൻസും അങ്ങനെയുള്ള ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ഇപ്പോൾ ഏറ്റവും പുതിയ ഇത്തരത്തിലുള്ള ന്യൂജൻ കോഴ്സുകൾക്കാണോ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ വരുന്നത്? ഇപ്പോൾ വരുന്നത് ഇപ്പോൾ വരുന്നത് അത് ഈവൻ നമ്മൾ MBAക്ക് പോലും വരുമ്പോഴത്തേക്ക് ഇവർക്ക് AI ഡേറ്റാ സയൻസ് അല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ട്രെൻഡ് മാറിയല്ലോ. അപ്പോൾ അതിലോട്ട് നമ്മൾ ആഡ് ഓൺ കോഴ്സസും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ തന്നെ BBA BComലാണെങ്കിൽ ഏവിയേഷനും ലോജിസ്റ്റിക്സും, ഇപ്പം പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സ് ഒക്കെ ഇപ്പോൾ കയറി വരുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏവിയേഷൻ ലോജിസ്റ്റിക്സും ഉണ്ട്. അത് പക്ഷേ ഒരു ആഡ് ഓൺ പ്രോഗ്രാമായിട്ട്, ഒരു വർഷത്തെ ആഡ് ഓൺ പ്രോഗ്രാമാണ്. പക്ഷേ ഈ 3 വർഷത്തിനുള്ളിൽ അവർ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തി തീർക്കും. അപ്പോൾ നമ്മൾ 3 വർഷത്തിൽ പഠിച്ചിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം BCom ഡിഗ്രിയുമായി ഒപ്പം വന്നെങ്കിൽ ഏവിയേഷനോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് കൂടെ ഡിപ്ലോമയും കൂടെ ഒരുമിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങളെ കുട്ടിയെ നിങ്ങൾ പ്രീ KG കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞാൽ പിന്നെ 10-15 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട, എല്ലാം കഴിഞ്ഞ് അവസാനം എടുത്തോണ്ട് പോയാൽ മതി. അത് ചോദിക്കട്ടെ, ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടോ? പ്ലേസ്മെന്റുകളുണ്ട്. നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് പോലുണ്ട്. നമുക്ക് MBAക്ക് ആണെങ്കിൽ റീസെന്റ് ആയിട്ട് നമ്മുടെ ഏണസ്റ്റ് യങ് വന്നിരുന്നു, Big 4 ഒന്നായിട്ടുള്ള ഏണസ്റ്റ് യങ്. TCSന്റെ ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു TCSന്റെ. ITC, റിലയൻസ്, ആദിത്യ ബിർള, പിന്നെ ഡിക്കാത്ലോൺ, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ നമുക്ക് വരാറുണ്ട്. കുതിരയൊക്കെ കാണുന്നല്ലോ. കുതിരയുണ്ട്. ഇത് വോളിബോളിന്റെ കോച്ചിങ് ഉണ്ട്. അപ്പുറത്ത് നമുക്ക് അത് ഹോഴ്സ് റൈഡിംഗ് ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡിംഗ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളെ മൂലം നമ്മൾ പഠിപ്പിക്കുന്നു. വേണമെന്ന് കയറാം, കുതിര കണ്ടേക്കാം. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ഈ വോളിബോൾ ഗ്രൗണ്ട് ഇതാണ്. കൂടാതെ വേറെ നമുക്ക് ആ സൈഡിലും വലിയ പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ നടന്നു വന്ന സ്ഥലത്ത് ബാഡ്മിന്റൺ കോർട്ടുണ്ട്, അതിന്റെ അകത്ത് പുറകിൽ തന്നെ ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്. നമ്മളൊരു കാര്യം വേണം അങ്ങോട്ടൊന്ന് പോകാം, സ്കേറ്റിംഗ് റിങ്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ പാർട്ട് ഓഫ് എന്താണ് ഇവരുടെ ഒരു കരിക്കുലത്തിൽ പോവുകയാണോ ചെയ്യുന്നത്? അതെ. ഇതെല്ലാം ഈ പറഞ്ഞ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ഉൾപ്പെടെ, പിന്നെ ഈ സെൽഫ് സഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് സ്വിമ്മിങ്, ഇവിടെ പൂളുണ്ട്, അത് നമുക്ക് അങ്ങോട്ടും പോവാം. സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഈ പറഞ്ഞ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നുണ്ട്, യോഗ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കവേർഡാണ്. ഇതിപ്പം ഇവരുടെ ടീം അത്യാവശ്യം യൂണിവേഴ്സിറ്റി ലെവലിലുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് യൂണിവേഴ്സിറ്റി ടീമിൽ 2 പേരുണ്ട്. കുറച്ച് കഴിഞ്ഞ് മാറി നിൽക്കേണ്ടി വരും, സ്മാഷ് ഒക്കെ വരും. ക്യാമറ നോക്കണം. പിന്നെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ? ഈ ഒരു വ്യൂ എന്ന് പറയുന്നതാണ് ശരിക്കും ഞാൻ പഠിച്ച കോട്ടയം CMS കോളേജിന്റെ ഒക്കെ ഒരു മൂഡിതാ. ശരിക്കും അതൊക്കെ ആ ഒരു മൂഡാണ് ഇവിടെ വരുമ്പോൾ. അതൊക്കെ ഈ സിറ്റി വിട്ടിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൂഡ്, ഈ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് ശരിക്കും അതൊക്കെ കിട്ടുന്നത്. അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ മൂഡ് മാറും, പിള്ളേർ മൊത്തം അത് വേറൊരു കാര്യമല്ലേ. കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവര് അവരെല്ലാവരും ഒരുമിച്ചുള്ള ക്യാമ്പസിന്റെ ഒരു റെസിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഈ ഞങ്ങൾ ഫാക്കൽറ്റി വരെ ഇവിടെ പിള്ളേരുടെ ക്രിക്കറ്റ്, ഫുട്ബോൾ, കാരണം അതൊരു നല്ല കാര്യം. കാരണം ഈ ഫിസിക്കൽ എക്സസൈസ് പൊതുവെ നമുക്ക് കുറവായതുകൊണ്ട് ഇവിടെ ഈ ഒരു അടുപ്പം കൂടും, പിള്ളേരുടെ അടുപ്പം കൂടും, കുറച്ചുകൂടെ അവർ ഓപ്പൺ അപ്പ് ചെയ്യും. നമുക്ക് വേണേ അല്ലെങ്കിൽ മറ്റേ പന്തിന്റെ ഏറിയിട്ടാണ് സാധ്യതയുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മാഷന്മാരെ കാണുമ്പോൾ പിള്ളേർക്ക് ഒരു ഏറൊക്കെ കൊടുക്കാൻ തോന്നുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വെച്ചു, കുതിരയും നമുക്ക് 5 എണ്ണം കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വെച്ചു, അത് US എന്നുള്ള വാർത്തയാണ്. അതായത് സ്കൂളിൽ പഠിച്ച കാലത്ത് ഒരു ടീച്ചർ ഒരു പയ്യനെ എന്തോ ചീത്ത വിളിച്ചിട്ട് 23-ാം വയസ്സിലും കണ്ട് അവൻ തിരിച്ചു പോയി ടീച്ചറെ പകരം വിട്ടത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. പ്രൊട്ടക്ഷൻ ഇതൊരു വലിയ ഓഡിറ്റോറിയം. ഇത് നമുക്ക് ഓഡിറ്റോറിയം ആണ്. അല്ലാത്ത സമയത്ത് ഇത് നമുക്ക് സ്കേറ്റിംഗ് റിംഗ്, കേരളത്തിലെ ഏറ്റവും വലിയ സ്കേറ്റിംഗ് റിംഗ്. സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഫാനും ഉണ്ട് ഇവിടെ. അതെ 2 ഫാൻ, വൈകാതെ 5 ആക്കും. സ്കേറ്റിംഗ് റിംഗ് നോക്കുമ്പോൾ അറിയാം. സ്കേറ്റിംഗ് റിംഗ് മാത്രമല്ല, നമ്മുടെ റോളർ ഹോക്കി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഗോൾ പോസ്റ്റ് ഉണ്ടല്ലേ, അപ്പൊ നമ്മൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതിന്റെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് ഇവിടെ നടക്കുക. നമ്മൾ നാഷണൽ കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. റോളർ ബ്ലേഡ് ഇട്ടുകൊണ്ട് ഹോക്കി കളിക്കുന്നത്. അപ്പം സ്പോർട്സ് വളരെ ശക്തമാണ് ഇവിടെ. സ്പോർട്സ് വളരെ ശക്തമാണ്. നമ്മുടെ ടീംസിന് ഖോഖോ നാഷണൽ ചാമ്പ്യൻസ് ആണ്. പിന്നെ നാഷണൽ ചാമ്പ്യൻസ് ആണ് ഖോഖോയുടെ. 5 കുതിര. ഇത് കയറാനുള്ള വഴിയൊന്നും ഇട്ടിട്ടില്ല. കയറണ്ട, നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ മതി. അല്ല, ഇത് ട്രെയിൻഡ് അവര്. ട്രെയിനാണോ? അപ്പൊ ഇത് മാൻഡേറ്ററി ആണോ? ഇത് കുട്ടികളെ മുഴുവൻ പിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക എന്നുള്ളത് അത് കൊള്ളാം. നമ്മളൊക്കെ പഠിച്ച സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ കുതിര സവാരി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും കുതിര കാണാൻ പേടിയാ. കുതിരയുടെ തൊഴി കേറാൻ സേഫ് ആണല്ലോ അല്ലേ? അതെ, വീഡിയോ കഴിഞ്ഞിട്ട് പോരാ. കിടപ്പിലായി പോയി കഴിഞ്ഞാൽ വീഡിയോ മുഴുവനാകാൻ പറ്റിയല്ലോ. നല്ല രീതിയിൽ വൈറലാകാനുള്ള സ്കോപ്പ് കളയരുതേ. ഇനി അവിടെ ഇത് ബാസ്കറ്റ് ബോള്, പിന്നെ അപ്പുറത്തും ഉണ്ട് ചെറിയ പിള്ളേർക്കുള്ള പ്ലേ അവിടെ ഉണ്ട്.
ശരിക്കും ഇത് എത്ര ഏരിയ ഉണ്ട്? ഇത് കുറേ മൊത്തം 25 ഏക്കർ എടുക്കും. 25 ഏക്കർ. അപ്പൊ ഇനി ഒരു എക്സ്പാൻഷന്റെ സാധ്യതകളൊക്കെ ഉണ്ട്. അല്ലേ? നമുക്ക് ബിൽഡിങ്സിനുള്ള സ്പേസും ഉണ്ട്, നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്ത സ്പേസുകളുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഈ പറഞ്ഞ പോലെ കോഴ്സുകൾ ആഡ് ചെയ്യുന്നത് കാര്യത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ BCA ഒക്കെ വരുന്നുണ്ട്, അതല്ലാതെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മളിപ്പം നഴ്സിംഗ് പോലുള്ള കോഴ്സുകളൊക്കെ നോക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ചോദിക്കാൻ പറ്റിയ B.Pharm കാര്യത്തിൽ അതിൽ എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്? ഫാർമസിയിൽ നമുക്ക് B.Pharm ഉണ്ട്, D.Pharm ഉണ്ട്. D.Pharm എന്ന് വെച്ചാൽ 2 വർഷത്തെ ഡിപ്ലോമയാണ്, B.Pharm 4 വർഷത്തെ കോഴ്സാണ്. അപ്പം ഇവരൊക്കെ രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രാക്ടീസാണ്. റെസിഡൻഷ്യൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ഒത്തിരി പിള്ളേരുണ്ട്. അവർക്കെല്ലാം ഇപ്പൊ ഈ പയ്യൻ രാവിലെ സാധാരണ കൊച്ചുകുട്ടികളാണ് ഇവിടെ ചെയ്യുന്നത്. റോളർ സ്കേറ്റിംഗിന്റെ ഒരു പയ്യൻ. ഇതെല്ലാം വളരെ ആക്റ്റീവ്. വൈകുന്നേരം ഇതിലും ആക്റ്റീവ് ആണ്. രാവിലെ വൈകിട്ടാണെങ്കിൽ ഒരുപാട് പിള്ളേരുണ്ട് ഇവിടെ. മൊത്തം സ്കേറ്റിംഗ് പിള്ളേർ ഉൾപ്പെടെ എല്ലാവരും സ്കേറ്റിംഗ് പ്രാക്ടീസ് ഉണ്ട്. ശരി. ഈ ഫാൻ എന്ന് പറയുന്നൊരു സംഭവം കേട്ടോ ശ്യാമേ, കണ്ടോ? ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണെന്ന് അറിയാം, 2000 ഞാൻ ഫസ്റ്റ് ഹ്യുണ്ടായുടെ പ്ലാന്റ് വിസിറ്റ് ചെയ്തപ്പം ചെന്നൈയിൽ. അന്ന് ഞാൻ ഞെട്ടിപ്പോയി ഫാൻ കണ്ടിട്ട്. പിന്നെ ഇപ്പൊ പല എയർപോർട്ടിലൊക്കെ കാണുന്നുണ്ട്. 2 ലക്ഷം രൂപ കൂടുതലുണ്ട് വിലയുണ്ട് അല്ലേ? പക്ഷെ ഭയങ്കര കാറ്റ്, പതുക്കെ കറങ്ങിയാൽ അതുപോലെ കറണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതും കേരളത്തിലെ കോളേജുകളിലെ സ്കൂളിലെ ഏറ്റവും വലിയ ഫാനും ഇവിടെ ഉണ്ട്. അവിടെ എന്താണ് കുറെ കുട്ടികളുടെ ഫോട്ടോസും ഒക്കെ ഇവിടുന്ന്. ഇത് നമ്മൾ സ്കൂളിൽ നിന്നുള്ള എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ് ആണ്. അത് പിന്നെ അപ്പുറത്തും എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ ബിറ്റ്സ് പിലാനി, IIT, IIM അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ വെച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പോയി ഒരു ഹയർ ലെവലിലോട്ട് ചെല്ലുന്ന കുട്ടികളെല്ലാം നമ്മൾ അലൂമിനി അസോസിയേഷൻ ഉണ്ടോ? പിന്നെ സ്ട്രോങ് ആണോ? ഈയിടെ പോലും നമ്മുടെ കരിക്കിലെ ഉണ്ണി മാത്യൂസ്, PF മാത്യൂസിന്റെ മകൻ. PF മാത്യൂസ് ഞാനിവിടെ കഴിഞ്ഞ് മിനിങ്ങാന്ന് ഒരുമിച്ച് ചായ കുടിച്ചതുള്ളൂ. ഉണ്ണി ഏഷ്യാനെറ്റിലും ഉണ്ടായിരുന്നു. ആണല്ലേ? ഫ്ലവേഴ്സിലുണ്ടായിരുന്നു. ഉണ്ണി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അലുമിനി ആയിട്ടൊരു ബന്ധമുണ്ട്. പിന്നെ നല്ല അലുമിനി. പിന്നെ പിള്ളേരാണെങ്കിലും അവര് ഇപ്പം IIT-യിലും ഒക്കെ ഇതിനകത്ത് നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു പോകുകയാണെങ്കിൽ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഴയതാണ് കേട്ടോ. ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, ഫാഷൻ ടെക്നോളജി സിംഗപ്പൂരിൽ നാഷണൽ യൂണിവേഴ്സിറ്റി പോയ കുട്ടിയുണ്ട്. കൊള്ളാം. എല്ലാം പൈലറ്റ് അക്കാഡമി, വേറെന്തെങ്കിലും പൈലറ്റായി തോമസ് അലക്സ് അല്ലേ? 2016. അപ്പോൾ ഐസറിലുള്ളവരുണ്ട്. കൊള്ളാം. ഇത് തന്നെ ഒരു വലിയ ബൂസ്റ്റാണ് കുട്ടികൾക്ക് അല്ലേ? ഇങ്ങനെ അപ്പുറത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ ഇർഫാൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ആ പയ്യനെ ഞാൻ ഈ ഫോട്ടോ കാണുമ്പോൾ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഒരു 2000 കോവിഡിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് വെച്ചു. അത് PhD ചെയ്യുന്ന സ്കോളേഴ്സിനും PhD എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസേഴ്സിനും വേണ്ടി വെച്ചാൽ അതിൽ ഈ പയ്യൻ വന്നിട്ട് അവനന്ന് 10 കണ്ട പയ്യൻ വന്നിട്ട് പേപ്പർ പ്രസന്റ് ചെയ്തു. ഏറ്റവും മനോഹരമായിട്ടുള്ള പേപ്പറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ആ പയ്യൻ ഇപ്പം എനിക്ക് തോന്നുന്നത് US-ലാണ്. അപ്പം അങ്ങനെ നമുക്ക് പിള്ളേരെ ചെറുപ്പം പോലെ ഇപ്പൊ ലാംഗ്വേജ് വൈസ് ആണെങ്കിലും സ്കൂളിൽ പ്രത്യേകിച്ച് നല്ല ഒരു സെറ്റ് ഓഫ് കുട്ടികളുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ നമ്മുടെ ചെയർമാന്റെ റൂമിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഇത് കണ്ടല്ലേ, ലീഫ്ലെറ്റ് കണ്ടതിൽ നമ്മൾ സൈലമായിട്ട് ചേർന്നിട്ട് ഇതുണ്ട്, മറ്റേ എന്താണ് MBBS കൊളാബറേഷൻ ഉണ്ട്. അത് നമ്മൾ സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട് ഹോളിഡേയ്സിന്. അതിന് കീഴിൽ 23 കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാം. അതിന്റെ ക്ലാസ്സുകൾ ഇവിടെ തന്നെയാണ് നടക്കുന്നത്? ഇവിടെ ഒരു സെപ്പറേറ്റ് സെന്റർ ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അതിന് നമ്മൾ പുതിയ ബിൽഡിംഗും പണിയുന്നുണ്ട്. കൂടുതൽ നമ്മൾ സാധാരണ JEE നീറ്റും ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യും സ്കൂൾ ലെവലിൽ. പക്ഷെ നമ്മൾ സിവിൽ സർവീസ് പോലെ ഏത് രീതിയിൽ എങ്ങോട്ട് വേണമെങ്കിലും കുട്ടികൾക്ക് പോകുന്ന രീതിയിലുള്ള കോച്ചിങ് കൊടുക്കാം എന്നുള്ളതാണ്. ഏതായാലും അടുത്ത ക്യാമറ ഇരിക്കണ്ടോ, ഞാൻ പറയായിരുന്നു, അടുത്ത പറമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതൊരു സ്റ്റഡി അബ്രോഡ് കമ്പനിയുടെ ഇവിടുത്തെ കുട്ടികൾ കാണാൻ വേണ്ടി. ഇവരുടെ പറമ്പിലല്ല, ഇങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങൾ. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്, ആർട്സ് ആൻഡ് സയൻസ്, MBA, PhD, CBSE, ഫാർമസി കോളേജ്, ഹോസ്റ്റൽ 1, ഹോസ്റ്റൽ 2 സീനിയർ, സ്വിമ്മിംഗ് പൂൾ ആൻഡ് അഡ്വഞ്ചർ പാർക്ക്, OET എക്സാം സെൻറ്റർ, ബേർലിംഗ്ടൺ ഇംഗ്ലീഷ്. അതെന്താണ് സംഭവം? OET എക്സാം സെന്റർ. നമ്മൾ OET എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എനിക്ക് നമ്മളതിനെ പറ്റി ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് വന്ന മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെ, പ്രത്യേകിച്ച് നഴ്സസ് ഒക്കെ പണ്ടാണ് IELTS ആണ്. OET ആകുമ്പോൾ അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇംഗ്ലീഷ് ടെസ്റ്റാണ്. കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി അവർക്ക് ക്ലിയർ ആകാൻ എളുപ്പമുള്ള ഒരു ടെസ്റ്റാണ്. അതിന്റെ സെന്ററാണ്. നമുക്ക് എല്ലാ മാസവും 2 പരീക്ഷ വെച്ചാണ്. ഇത് സ്വിമ്മിംഗ് പൂളാണ്. ഇത് സ്വിമ്മിംഗ് പൂളാണ്. ഇത് നമുക്കൊരു പാർക്കിംഗ് ഏരിയ. സ്വിമ്മിംഗ് പൂൾ ഇവിടെയാണ്, അപ്പുറ വഴിയാണ് നമുക്ക് കയറാൻ പറ്റും. ഇവിടെ നമ്മുടെ ഒരു കോമറ്റും കിടക്കുന്നുണ്ട് കേട്ടോ, ഒരു ഡോക്ടറുടെ സൈനും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർന്നു നമ്മളെ 4 വണ്ടികളുടെ ഒരു കോമറ്റ് ഇതാണ്. അത് കിട്ടില്ല. ഇത് ഇവിടെ ഈ പറഞ്ഞ പോലെ MBA ആണ് അല്ലേ? റിലയൻസ്
റിലയൻസ് അക്കാഡമോർ ക്ലൗഡ് ഇന്നോവേഷൻസ് ഇവരെ HR കിട്ടിയ കുട്ടികളാണ്. ഓക്കെ ഓക്കെ. കഴിഞ്ഞ വർഷത്തെ കുട്ടികളാണ് നമ്മുടെ. അപ്പോൾ MBA കുട്ടികൾ എത്ര പേരുണ്ടാവും? എത്ര MBA കുട്ടികൾ നമുക്ക് ടോട്ടൽ സ്ട്രെങ്ത് 120 ആണ്. 100 അടുത്ത് നമുക്കുണ്ട്. 90+ ഉണ്ട്. പിന്നെ 2 ബാച്ചിനും ഓരോ ബാച്ചിനും അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് MBAയിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ കേസ് ഞാൻ പറഞ്ഞു, അത് പലപ്പോഴും എല്ലാ MBA കോളേജുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കട്ട് ഓഫ് വെക്കും, സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കട്ട് ഓഫ് വെക്കും. ഇപ്പം 80% അല്ലെങ്കിൽ 70% മേലുള്ള പിള്ളേരെ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കോട്ടയത്തെ ബ്രില്യൻ കോച്ചിങ് സെൻ്റർ ഉണ്ടല്ലോ, അവർ നല്ലൊരു സ്ഥാപനമാണ്. പക്ഷേ ഇടയ്ക്ക് വന്നൊരു ആക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 99% എടുത്തിട്ട് മിടുക്കനാക്കി റാങ്ക് മേടിച്ചിട്ട് കാര്യമില്ല ആക്ഷേപം വന്നു. പക്ഷേ അത് അവർ ഓവർകം ചെയ്തു ആ ഒരു ഇത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% മുതലാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. ആ 50% ഗ്രേഡുള്ള കുട്ടികളെ പലപ്പോഴും നല്ലൊരു യൂണിവേഴ്സിറ്റി കിട്ടാൻ പാടുപെടുക. നമ്മളിവിടെ അതൊക്കെ ലൂസൺ അപ്പ് ചെയ്ത് പിള്ളേരുമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് അവർ പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾ എടുത്തിരിക്കും. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം കൃത്യം 50% മാർക്കുള്ള ആന്റണി KJ, ഞാൻ പേര് സഹിതം പറഞ്ഞേക്കാം, ആന്റണീനെ നമ്മൾ എടുത്തു. ഇന്റർവ്യൂ ചെയ്തെടുത്തു 50 ആകുമ്പോൾ സാറേ എന്നെ പല യൂണിവേഴ്സിറ്റി റിജക്ട് ചെയ്യണം, പക്ഷേ എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് വിശ്വാസമാണ്. മാർക്ക് അൺഫോർച്ചുനേറ്റ്ലി കുറവാണ്. അവനെ എടുത്ത് ഈ വർഷം 4 പ്ലേസ്മെന്റ് ആണ്. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഇപ്പം അവനാ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള കുട്ടികളെ, എല്ലാ രീതിയിലുള്ള കുട്ടികളെ എടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. വേറൊരു കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ വെളിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവർ മാർക്കൊന്നും അല്ലല്ലോ നോക്കുന്നത്, പിന്നെ അല്ലേ? കഴിവുള്ളവനാണോ നല്ലത്, സർട്ടിഫിക്കറ്റ് ഒക്കെ വലിച്ച് ദൂരക്കളയും. ദുബായിൽ അടക്കമൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു സംഭവമല്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ പുതിയ ബിൽഡിംഗ് ആയിട്ട് പറയുന്നത്, അല്ലേ? മാനേജ്മെന്റ് സ്റ്റഡീസ്. ഇതാണ് നമ്മുടെ നിർമ്മൽ സാറിന്റെ ആസ്ഥാനം. നമുക്ക് എന്താ സ്വിമ്മിംഗ് പൂൾ ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോയാലോ? അപ്പൊ അതിന് പിന്നെ ഇതൊന്നും കണ്ടു, താല്പര്യമുള്ള വിഷയം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചാണ് ശ്രീനിവാസൻ സിനിമ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളവർക്ക് ഇയാളെന്തിനാ ഇത്ര അഹങ്കരിച്ചത് പറയുന്നത്? പോളിടെക്നിക് പഠിച്ചാലുള്ള ഗുണം ഇതാണെന്ന്. പോളിടെക്നിക്കാർ സ്ക്രാപ്പിൽ ഒന്നുമില്ലായ്മ ഉണ്ടാക്കിയെടുത്ത് ഇതിന് പ്രത്യേകത നമ്മൾ എക്സിബിറ്റ് ചെയ്യാൻ വെച്ചിരിക്കുക. കാരണം ഇവര് ഇത് മൊത്തം അസംബിൾ ചെയ്തിട്ട് ഒരു നാഷണൽ ലെവൽ കാർഡ് ഡിസൈൻ ആൻഡ് റേസ് കോമ്പറ്റീഷൻ ഉണ്ട്. അത് കോയമ്പത്തൂർ വെച്ചാണ്. അവിടെ കൊണ്ടുപോയി അവർ ഫസ്റ്റ് സ്റ്റേജിൽ ഇവർ മൊത്തം ഡിസസംബിൾ ചെയ്യും. എന്നിട്ട് പിള്ളേർ വീണ്ടും തിരിച്ച് അസംബിൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് ടെസ്റ്റ് ഉണ്ട്, ബ്രേക്കിംഗ് എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, സേഫ്റ്റി ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ 5 സെക്കൻഡിനുള്ളിൽ ഉപയോഗിച്ച് കാണിക്കണം. ബ്രേക്ക് 60 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് 4 മീറ്ററിനുള്ളിൽ നിർത്തി കാണിക്കണം. അങ്ങനെയുള്ള ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് 16 കിലോമീറ്റർ റേസും ഉണ്ട്. ലാസ്റ്റ് 8 ലാപ്പ് 2 കിലോമീറ്റർ വെച്ച്. അതിൽ ഇന്ത്യയിൽ നിന്ന് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഫൈനലിലെത്തിയ ഒരേ ഒരു പോളിടെക്നിക് കോളേജാണ് ഹോളിഗ്രേസ്. താല്പര്യമുള്ള വിഷയങ്ങൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇതെല്ലാം ഇവർ അസംബിൾ ചെയ്തെടുത്തു, പിള്ളേർ അസംബിൾ ചെയ്തെടുത്തു. അപ്പം നാച്ചുറലി അവിടെ നമ്മൾ കോമ്പറ്റീഷൻ ഇല്ലുമ്പോൾ അവർക്ക് സംശയങ്ങൾ കാണും. അവർ മൊത്തം ഡിസസംബിൾ ചെയ്യും, വയറിംഗ് ഉൾപ്പെടെ എല്ലാം മാറ്റിയിട്ട് തിരിച്ച് ചെയ്യാൻ പറയും. അവിടുന്ന് പിന്നെ പിള്ളേർ ചെയ്തെടുത്തു. കൊള്ളാം. അപ്പോൾ ഇത് ഇവരാരും ഞാൻ കണ്ടില്ലെങ്കിലും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കേട്ടോ, ഇത്രയും ഗംഭീരമായൊരു സാധനം പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന്. നമ്മൾ ശ്രീനിവാസനെ സ്മരിക്കുന്നു. അതെ, ശ്രീനിവാസനെ സ്മരിക്കുന്നു. പോളിടെക്നിക്ക് ചെറിയ ഡിഗ്രി അല്ല. ഈ പോളിടെക്നിക്ക് പഠിച്ചാൽ ഇപ്പോഴുള്ള ജോലി സാധ്യതകൾ എങ്ങനെയാണ്? പോളിടെക്നിക്കിൽ ജനറലി പറയുകയാണെങ്കിൽ ജോലി സാധ്യതയേക്കാൾ കൂടുതൽ ജോലി സാധ്യത ഇഷ്ടം പോലെയാണ്. പ്ലസ് ചെറിയ പ്രായത്തിൽ ഒരു ജോലിക്ക് കയറാൻ. ഇപ്പൊ ഇവിടെ നമുക്ക് സാധാരണ എല്ലാവരുടെയും മനസ്സിൽ ഒരു പോളിടെക്നിക് പഠിക്കണം 12ാം ക്ലാസ് കഴിയണം എന്നുള്ളൊരു ധാരണ. പക്ഷെ അല്ല, 10ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് കയറി 3 വർഷത്തെ ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേസ്മെന്റ്സിന് ഇരിക്കാം. അതായത് 18ാം വയസ്സ് ജോലിക്ക് കയറാം. അപ്പോൾ കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഈ മെക്കാനിക്കലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിനേക്കാൾ കൂടുതൽ കമ്പനികൾ പ്രിഫർ ചെയ്യുന്ന പോളിക്കാരെ. കാരണം വ്യത്യാസം വെച്ചാൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അപ്പൊ അവര് എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറിയാണ് കൂടുതൽ. ഇവിടെ വെച്ചാൽ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. അപ്പൊ ഇവര് നോക്കുമ്പോൾ പ്രാക്ടിക്കലി അറിയാവുന്നവനെ മതി, മാർക്ക് തിയറി പഠിച്ച് മാർക്ക് മേടിച്ചവനെ വേണ്ട. അപ്പൊ ഏതൊക്കെ സ്ട്രീമുകളാണ് ഉള്ളത് ഈ പോളിടെക്നിക്കിൽ? നമുക്ക് 5 സ്ട്രീമുകളുണ്ട്. എഞ്ചിനീയറിംഗിൽ 9 സ്ട്രീമുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ റെഗുലർ ആയിട്ട് വരുന്ന സ്ട്രീമുകൾ കൂടാതെ AI ഡേറ്റ സയൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഉണ്ടല്ലേ? ഓട്ടോമൊബൈൽ. പിന്നെ BCom വിത്ത് ഏവിയേഷൻ, BCom വിത്ത് ലോജിസ്റ്റിക്സ്, BBA വിത്ത് ഏവിയേഷൻ, BBA വിത്ത് ലോജിസ്റ്റിക്സ്. അക്കാഡമിക് ഫാർമസിയിൽ BPharm 4 years, DPharm 2 years. ശരിക്കും BPharm 4 years പഠിച്ചാൽ ഡോക്ടറുടെ പകുതിയായി. MBBSന്റെ പകുതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ മാത്രമല്ല ഫാർമസി എല്ലാവരും പൊതുവേ നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റ് ഫാർമസി പഠിച്ചാൽ ഫാർമസിസ്റ്റ് കടയിൽ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, 21ഓളം, അത് ഇവിടുത്തെ പ്രിൻസിപ്പൾ കറക്റ്റ് ആയിട്ട് 21ഓളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർക്കിപ്പം. ഈ ഡ്രഗ് സെക്യൂരിറ്റി, അതുപോലെ ഓഡിറ്റ്, റിസർച്ച്, ഒത്തിരി ഫീൽഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ മരുന്ന് മാനുഫാക്ചറിങ് കമ്പനികളിലൊക്കെ വലിയ സ്കോപ്പാണ്. ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ നമ്മൾ US പോയി ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ തുല്യമായ വിലയാണ്. ഇവിടെയാണെങ്കിൽ ഫാർമസി നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ഒരു പടം വെക്കാൻ വേണ്ടിയുള്ളതായിട്ടാണ് ധാരണയാണ്. അതുകൊണ്ട് പലപ്പോഴും പേരൻസ് പോലെ ഈ കോഴ്സ് വേണ്ട. പക്ഷേ ആക്ച്വലി വളരെ. പിന്നെ ഇവിടെ എഞ്ചിനീയറിംഗിലേക്ക് വേണ്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ,
ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ്. ഇവിടെ MBA മാർക്കറ്റിംഗ്, ഫിനാൻസ്, ബിസിനസ് അനലിറ്റിക്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വെളിയിലൊക്കെ ഈ കാനഡയിലൊക്കെ പോകുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ആണ് അല്ലേ? സപ്ലൈ ചെയിൻ ആണ് അതൊരു സ്കോപ്പ് വലിയ സാധ്യതയുള്ള അതാണ്. ഓക്കെ. പിന്നെ ഈ MBA സാധാരണ നമുക്ക് ഈ MCOM-ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് MBA ഒത്തിരി പേര് MCOM-ന് ഡയറക്റ്റ് പോകുന്നുണ്ട്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ 10 മടങ്ങാണ്. MCOM സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBA-ൽ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഇവർക്ക് സർട്ടിഫിക്കറ്റ് MBA ഇൻ ഇന്റർനാഷണൽ ഫിനാൻസ് ആൻഡ് HR അല്ലെങ്കിൽ MBA ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ്. അപ്പോൾ 2 തരം പ്ലേസ്മെന്റ്സിനും ഇരിക്കാം, 2 തൊഴിലവസരങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു ഡ്യുവൽ ഡിഗ്രി പോലെ ബേസിക്കലി MBA എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ ഓരോരുത്തരുടെ കഴിവനുസരിച്ചുള്ള റിവാർഡ് ചെയ്യുന്ന ജോലികൾ MBA-ലുണ്ട്. MCOM എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നോക്കിയാൽ ഒന്നെങ്കിൽ ടീച്ചിങ് അല്ലെങ്കിൽ ബാങ്കിങ്, രണ്ടും ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ. നമ്മൾ ബാങ്കിൽ പോയി 10 പേരെ തൊണ്ടി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 10 കോഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും MBA-ൽ കുറേ കൂടെ ഇപ്പോൾ HR തന്നെ എല്ലാവരും HR മാനേജർ, പിള്ളേരൊക്കെ നമ്മളോട് പറയുന്നത് എനിക്ക് HR മാനേജറാണ്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്, ക്രൗഡിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരാളാണ്, HR ട്രെയിനറാണ്, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജഡ്ജ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും കഴിവുള്ളതാണ്, റിക്രൂട്ടർ ആവാം. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ പൊതുവെ MBA നമുക്ക് വേണേൽ സ്വിമ്മിംഗ് കാണാം അല്ലേ? ഇതുവഴി എൻട്രൻസ് ഇതുവഴിയുണ്ട്. അപ്പോൾ ഒരു ഗംഭീര ഇൻഡോർ സ്വിമ്മിംഗ് പൂള്. നമസ്കാരം. അതെ നമുക്ക് പൂള് നമ്മളൊക്കെ അമ്പലക്കുളത്തിലാണ് നീന്തിയിരുന്നെങ്കിൽ ഇപ്പൊ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അത് വലിയ പൂളാണല്ലോ അല്ലേ? വലിയ പൂളുണ്ട്. അപ്പുറത്ത് ചെറിയ പൂളുണ്ട്, ചെറിയ പിള്ളേർക്കാണെങ്കിൽ അവിടെ. അപ്പോൾ ഫുൾ ടൈം ഇൻസ്ട്രക്ടർ ഉണ്ട്. ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, ഒന്നി കൂടുതലാണ്. ഇപ്പൊ രാവിലെ അങ്ങനെ ഒരാൾ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മള് വാട്ടർ പോളോ അങ്ങനത്തെ ഗെയിംസ് ഒക്കെ വെക്കാറുണ്ട്. നമ്മള് MBA പിള്ളേർക്കാണെങ്കിലും എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിലും അപ്പൊ അങ്ങനത്തെ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവര് അല്ലാത്ത ഫ്രീ ടൈം മുഴുവൻ ഇവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. നമുക്ക് സ്വിമ്മിംഗ് പൂളിന്റെ ഒക്കെ സമയത്ത് ഇൻസ്ട്രക്ടേഴ്സ് ഇല്ലെങ്കിൽ നമ്മളത് ഒരു പൊതുവെ ഇപ്പൊ ഹോഴ്സ് റൈഡിങ് ആണെങ്കിൽ ഹോഴ്സ് റൈഡിങ്, സ്കേറ്റിംഗ്, ബാസ്കറ്റ് ബോൾ, ഇതെല്ലാം കാര്യങ്ങളും. നമ്മൾക്ക് പൊതുവെ ഈ ഹോസ്റ്റലിൽ പോയി അടങ്ങിയിരിക്കുന്ന പരിപാടി ഇവിടെ ആവശ്യമില്ല. ഇല്ല അടങ്ങിയിരിക്കാറില്ല. അത് കൊള്ളാം, നല്ല രസമുള്ള ഒരു പരിപാടിയാണത്. ഞാനൊക്കെ ഹോസ്റ്റൽ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞല്ലോ, നമ്മൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വന്ന പിന്നെ വെളിയിൽ പോലും വിടില്ല. കോട്ടയത്ത് MG സെമിനാരി സ്കൂളിൽ അതിനകത്ത് ഇരുന്നോണം, അല്ലാതെ ടൗണിൽ നടക്കാണ്. അതെ അതെ അതെ. പക്ഷെ അത് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക വിഷൻ ഇല്ലാത്ത പ്രിൻസിപ്പളും ഒക്കെ ഉള്ള സ്കൂളുകളിൽ അത് അങ്ങനെ സംഭവിച്ചു പോകുന്നത്. അല്ല, തീർച്ചയായിട്ടും പറയാം. ഞാൻ എന്ന് തന്നെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം, നമ്മൾ ഹിന്ദുക്കളാണെങ്കിൽ പോലും പള്ളിയിൽ പോകണം മസ്റ്റായിട്ടും. അങ്ങനെ ക്രിസ്ത്യൻ പ്രാർത്ഥന ചൊല്ലിയേ പറ്റൂ. ഇങ്ങനെയൊക്കെ അടിച്ചപ്പോ ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ റീലൊക്കെ ചെയ്ത് ആകെ അലമ്പായ അതൊന്നും ഇല്ലല്ലോ, ഉണ്ടാതിരിക്കാനേ പറ്റൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇനി ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അഡ്മിഷനുകൾക്ക് വേണ്ടി മറ്റേ വരണമെങ്കിൽ എന്തൊക്കെ കോഴ്സുകളിലേക്കാണ് ഇപ്പൊ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? നമ്മള് ഇപ്പൊ അഡ്മിഷൻസ് ഇപ്പം പോലെ എല്ലാത്തിനും ഓപ്പൺ ആണ്, സ്കൂൾ ലെവലും പോലെ എല്ലാത്തിനും ഓപ്പൺ ആണ്. അപ്പൊ അതിന് നമ്മുടെ വെബ്സൈറ്റും ഡീറ്റെയിൽസും വേണമെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാം. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് വന്ന് ഇവിടെ അഡ്മിഷൻ കൗൺസിലേഴ്സ് ഉണ്ട്, അവരെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പ്രിൻസിപ്പൽമാരെ കാണുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു, സംശയങ്ങളെല്ലാം ചോദിക്കുന്നു. അതിനുശേഷം അഡ്മിഷൻ പ്രോസസ്സ് നേരത്തെ ഇപ്പൊ MBA-ക്ക് തന്നെ ഇപ്പം എൻ്റെ അടുത്തൊരു 10-15 പിള്ളേർ ഓൾറെഡി ഇന്റർവ്യൂവിന് വന്നു. അപ്പൊ അത് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഓൾറെഡി. പിന്നെ സ്കോളർഷിപ്സ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ സ്കോളർഷിപ്സ് നമ്മൾ എല്ലാ രീതിയിലും മെറിറ്റ് ബേസ്ഡ് ഉണ്ട്, അല്ലാത്തതുണ്ട്. ഇപ്പം ഇതിന് എൻട്രൻസ് ടെസ്റ്റ് KMAT എന്ന് പറഞ്ഞ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് MBA ആണെങ്കിൽ. അപ്പൊ KMAT ക്ലിയർ ആയ യൂണിവേഴ്സിറ്റി ലെവലിൽ 50% മാർക്കുള്ള ഏതൊരാൾക്കും അപ്ലൈ. അങ്ങനെ ഓരോ കോഴ്സിനും നമ്മൾ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളാണ്, അവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. സിംഗിൾ ചൈൽഡ്, സിംഗിൾ മദർ, അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ കൊടുക്കും. ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്, തീർച്ചയായിട്ടും വിളിക്കുമ്പോൾ. അതുപോലെ നമ്മളിപ്പോൾ ഹോസ്റ്റലിലാണ് കുട്ടികളെങ്കിൽ മാതാപിതാക്കൾക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു സമയം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. വന്ന് കാണാനൊക്കെ അല്ല, നമ്മളൊരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം. പക്ഷെ പൊതുവേ നമ്മൾ ഇവിടെ കോളേജ് ലെവലിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈവൻ സ്കൂൾ ലെവലിൽ പോലും അങ്ങനെ പേരൻസ് കൺസേൺഡ് അല്ല. കാരണം ഇവിടെ നല്ല സേഫ് ആണ്, നമ്മൾ സെക്യൂർഡ് ആയിട്ട് സ്പേസ് ആണ്. പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ സേഫ്റ്റി പിന്നെ സേഫ് ആണ്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ എല്ലാ ഗേറ്റിലും സെക്യൂരിറ്റി ഉണ്ട്. നമ്മളൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്റ്റല് പൂട്ടും, വെളിയിലുള്ള ഗേറ്റ് പൂട്ടും, അതിന്റെ പുറത്ത് 2 സെക്യൂരിറ്റി ഉണ്ട്. സോ അങ്ങനത്തെ കൺസേൺസ് പേരൻസിന് പൊതുവെ നമ്മളിങ്ങനെ വന്ന് കാണാറില്ല. എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ KG വിട്ടിട്ട് മറക്കുവാണ്, പിന്നെ നമ്മൾ കൊടുക്കുവാണ്.
അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വീഡിയോ ലാബ് അല്ല, അതിന് വേറൊരു കാര്യം കാണിക്കാം. ഇത് നമ്മുടെ റേഡിയോ ലാബാണ്. റേഡിയോ ലാബ്. റേഡിയോ ലാബിൽ നമുക്കൊരു FM റേഡിയോ ഉണ്ട്. നമസ്കാരം. അപ്പോൾ നമുക്ക് FM റേഡിയോ നടത്തുന്നുണ്ട്. FM റേഡിയോ നടത്തുന്നുണ്ട്. FM റേഡിയോയുടെ അതൊരു പ്രത്യേകതയുള്ള ഇതാണ് കേട്ടോ. നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ റെക്കോർഡ് നേടിയ ഒരു സ്കൂൾ റേഡിയോ ആണ്. 25 മണിക്കൂർ 25 മിനിറ്റ് 25 സെക്കൻഡ്, അവിടെ ഒരു 5 ഉണ്ട്. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പിള്ളേർ ബ്രോഡ്കാസ്റ്റ് ചെയ്ത പ്രോഗ്രാംസ് ആണ്. പിള്ളേരാണ് ഫുള്ള് നടത്തുന്നത്. അപ്പോൾ ഹോളി ഗ്രേസ് റേഡിയോ എന്നാണ് ഹോളി ഗ്രേസ് റേഡിയോ എന്ന പേര്. ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഇത് ആപ്പ് സ്റ്റോറിൽ കിട്ടും. ഡൗൺലോഡ് ചെയ്ത് 24 മണിക്കൂറുണ്ട്. നമ്മുടെ പിള്ളേരുടെ വക സംസാരങ്ങളുണ്ട്. ഇത് ഗംഭീര റൂമൊക്കെയാണല്ലോ. പിന്നെ അതേപോലെ എന്താണ് കുട്ടികൾ എന്ത് പ്രോഗ്രാംസ് ഒക്കെ അതിൽ പൊതുവെ ചെയ്യുന്നത്? നമ്മളെല്ലാം ഇപ്പൊ തോട്ട്സ് കാണും, ചിലപ്പം റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കഷൻസ് കാണും. നമ്മുടെ ഗസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് ആണെങ്കിൽ ഒരു വൈറ്റ് എടുക്കാം. തീർച്ചയായിട്ടും ഗസ്റ്റുകൾ വരുമ്പോൾ അവര് എന്തെങ്കിലും ഒരു മെസ്സേജ് മ്യൂസിക്കും ഒക്കെ ഉണ്ട്. മ്യൂസിക് ഉണ്ട്. ശരി. Hi, hello, this is me, Catherine, and this is me, Sri Lakshmi, on Holy Grace Radio. Today we are here with the Vimukti contestants, Master Alan and Master Jeffrey. So now we can ask them about their experiences. The first question, what interested you both to play badminton? Yeah, my father was a badminton player and my uncle too. They played doubles. So they earned so many trophies. I also wanted to add some of mine to their list. Yes. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി വേണേൽ പോഡ്കാസ്റ്റും ഒക്കെ ആകാം അല്ലെ, പുതിയ കാലഘട്ടത്തിന്റെ സാധനങ്ങളൊക്കെ ആകാം ഇനിയിപ്പോ. പോഡ്കാസ്റ്റുകളാകാം. ഏതായാലും കൊള്ളാം. നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പകാലം വെച്ചിട്ടാണ്. നമ്മളൊരു റേഡിയോയുടെ ഒരു FM റേഡിയോയുടെ ഇന്റീരിയർ കണ്ടിട്ടുണ്ട്. FM ഉണ്ടോ എന്ന് സംശയം. താങ്ക് യു. അപ്പൊ ഇനി നമുക്കിനി ലാബ് കാണാം അല്ലെ, AI ലാബ് കാണാം. ഉഗ്ര ലാബാണല്ലോ, അടിപൊളി. ഇതാണ് AI ലാബ്. അത് ശരി. അപ്പൊ ഇത് ഏത് കോഴ്സിന്റെ ഭാഗമായിട്ടാണ്, അതോ എല്ലാ കുട്ടികളും? എല്ലാ കുട്ടികളും 4th ഗ്രേഡ് മുതൽ അല്ല 4ാം ക്ലാസ് മുതൽ 3rd സ്റ്റാൻഡേർഡ് മുതൽ. 3rd തൊട്ട് 10th വരെ ഇവിടെ AI ലേണിംഗ് ഉണ്ട്. അവർക്ക് ടൂൾസും സംഭവങ്ങളൊക്കെ അവരുടെ കോഡിങ്ങൊക്കെ അവരെ സിസ്റ്റത്തിൽ പഠിപ്പിച്ചിട്ട് പ്രാക്ടിക്കൽ അവർക്ക് ഇവിടെ നമ്മളിപ്പോ ടോയ്സ് ഒക്കെ അസംബിൾ ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ തന്നെ ചെയ്തേക്കണതാണ് ഈ കാറൊക്കെ അവരുണ്ടാക്കിയത്. ശരി ശരി. ഇനിയിപ്പോ എന്തായാലും AI കാലമായതുകൊണ്ട് 3ാം ക്ലാസ് തൊട്ടൊക്കെ തന്നെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതൊന്നും ഒരു കരിക്കുലത്തിന്റെ ഭാഗമല്ല. ഇതെല്ലാം എല്ലാ കുട്ടികളും പഠിക്കണം എന്നുള്ളത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം അതാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരും പഠിച്ചിരിക്കുക. മാസ്റ്റർ ഓഫ് ഓൾ ആർട്സ് അല്ലെ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ വരികയാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ മെയിൻ ബിൽഡിങ്ങിലേക്കാണ് കയറാൻ പോകുന്നത്. ശ്യാമ അവിടെ തട്ടി വീഴരുത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ മൊത്തത്തിലൊരു ആഘോഷ അന്തരീക്ഷം ഇവിടെ എനിക്ക് ഇപ്പോഴേ തോന്നുന്നുണ്ട്. എങ്കിൽ പോലും എന്തൊക്കെയാണ് ഇവിടുത്തെ ആനുവൽ ഡേ സെലിബ്രേഷനോ അല്ലെങ്കിൽ ഇവന്റ്സ് ഒക്കെ? ഇവന്റ്സ് ഒരു മേജർ ഇവന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷാവസാനം ഡിസംബറിൽ ഫിയസ്റ്റ, ഹോളി ഗ്രേസ് ഫിയസ്റ്റ എന്ന സംഭവമുണ്ട്. അതൊരു 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അത് കോൺസേർട്സ് ഉണ്ട്, എക്സിബിഷൻസ് ഉണ്ട്, പിന്നെ ഒരു മാനേജ്മെന്റ് ഫെസ്റ്റ് ഉണ്ട്, ടെക് ഫെസ്റ്റ് ഉണ്ട്, കൾച്ചറൽ ഇവന്റ്സ് ഉണ്ട്. ഈ വർഷം നമ്മുടെ ഗൗരി ലക്ഷ്മി ഇല്ലേ, ഗൗരി ലക്ഷ്മിയുടെ കോൺസേർട്ട് ഉണ്ടായിരുന്ന ഒരു ദിവസം, ആൽമരത്തിന്റെ കോൺസേർട്ട് ഉണ്ടായിരുന്ന ഒരു ദിവസം, പിന്നെ ഇന്ത്യ മൊത്തമുള്ള മാനേജ്മെന്റ് സ്റ്റുഡൻസിനെ കൊണ്ടുവന്നുള്ള ഒരു മാനേജ്മെന്റ് ഫെസ്റ്റ്. നമ്മൾ ബാംഗ്ലൂർ, മുംബൈ, ടിസി എന്നൊക്കെ പിള്ളേരുണ്ട്. 1000+ പിള്ളേർ വരുന്ന ഒരു മാനേജ്മെന്റ് ഫെസ്റ്റ്. അതേ സമയത്ത് നടക്കുന്നത്? അത് ഡിസംബർ. എല്ലാം ഒരുമിച്ച് അടുത്ത ഡിസംബറിൽ ഞാൻ കാണാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആനുവൽ ഡേയും അതുപോലെ സെലിബ്രേഷൻസ്. ഇവിടെ വരുന്ന പിള്ളേർ പറയുന്ന വേറെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ കോഴ്സിന് വരുമ്പോഴേ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു സംഭവം, ഞങ്ങളുടെ കോളേജ് ലൈഫ് തീർന്നു, ഇനിയിപ്പോൾ ഒരു സീരിയസ് ലൈഫാണെന്നൊരു തോന്നുന്നു. പക്ഷേ ഇവിടെ എല്ലാം ഉണ്ട്. നമ്മൾ അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഈ ഫിയസ്റ്റ, ലെഗാഡോ ഒക്കെ വരുന്ന സമയത്ത് പിള്ളേരൊക്കെ വളരെ അത് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് ആഘോഷം, ഇതിന് പിന്നെ ഓർഗനൈസിങ് മൊത്തം പിള്ളേരാണ്. നമ്മൾ സ്പോൺസർഷിപ്പ് പിടിക്കുന്നതാണെങ്കിലും ഓർഗനൈസ് ചെയ്യുന്നതാണെങ്കിലും ഗസ്റ്റുകളെ വിളിക്കുന്ന എല്ലാം പിള്ളേരാണ്. പിന്നെ നമ്മൾ മാക്സിമം ഇതുകൊണ്ടുള്ള 2 ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ഈ MBA പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എല്ലാത്തരം ഗസ്റ്റുകൾ, ഞാൻ പറഞ്ഞില്ല, പല പെർസ്പെക്റ്റീവ്സ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. ഇപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോൾ എല്ലാവരും അക്കാഡമിഷ്യൻസ് അല്ല. ഇപ്പം നമ്മുടെ ഷെഫ് പിള്ള വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നമ്മുടെ മൃണാൽ ദാസ് വന്നിട്ടുണ്ടായിരുന്നു, രാഹുൽ ഈശ്വർ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒത്തിരി ഗസ്റ്റുകളെ, പലതരത്തിലുള്ള പല തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഗസ്റ്റുകളെ കൊണ്ടുവന്ന് കോൺക്ലേവുകൾ വെക്കാറുണ്ട്, ഇവന്റ്സ്, പിള്ളേരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അങ്ങനെയുള്ള. പിന്നെ ഈ വാല്യൂ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മുടെ ഋഷിരാജ് സിംഗ് IPS, പിന്നെ നമ്മുടെ പഴയ ജോർജ് ജോസഫ് SP, ഇന്നിപ്പോ SP വരുന്നുണ്ട്. അങ്ങനെ ഇന്ററാക്ഷൻസ് ഒരുപാടുണ്ട്. ഇൻഡസ്ട്രി ഇന്ററാക്ഷനും വാല്യൂ എഡ്യൂക്കേഷനും ഒക്കെ നമ്മൾ ഒരുമിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗപ്പുകളുണ്ട്. ഗപ്പൊന്നും കിട്ടിയില്ല എന്നാരും പറയുന്നില്ല. ഇത് നമ്മുടെ സഹോദരയുടെ
സെക്കൻഡ് പ്രൈസ്. ഓ. പിന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ സ്പോർട്സ് നമ്മൾ ഇത്രയും ആക്ടിവിറ്റീസും ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഖോഖോയിലൊക്കെ നാഷണൽ ചാമ്പ്യൻസ് ആണ് ഇവര്. കബഡി, ഖോഖോ, കരാട്ടെ ഇങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും പിള്ളേർ പോയി, ചെസ് എല്ലാം പോയി. ഇവിടെ മറ്റേ ഒരു കാര്യം ഓക്സ്ഫോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് അസോസിയേഷൻ ഒക്കെ ഉണ്ട് അല്ലെ, കേംബ്രിഡ്ജിന്റെ ഉണ്ട്. ഓ ശരി, ഒത്തിരി അസോസിയേഷൻസ് ഉണ്ട്. ഈവൻ എഞ്ചിനീയറിംഗിലും MBA ആണെങ്കിലും നമുക്ക് IBM ആയിട്ട് അസോസിയേഷൻ ഉണ്ട്. ശരി, IBM ആയിട്ട് അസോസിയേഷൻ ഉണ്ട്. നാസ്കോമിന്റെ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ പോലെ OET സെന്റർ ആണ്, അതുപോലെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവരുടെ ഒരു എക്സാം സെന്റർ ആണ്. ശരി. അങ്ങനത്തെ ഒത്തിരി കൊളാബറേഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ എഴുതിയിരിക്കുന്ന വളരെ ശരിയാണ്, മേക്കിംഗ് ഡിഫറൻസ്. അതെ അതെ, തീർച്ചയായിട്ടും. എനിക്കത് സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇപ്പൊ രാവിലെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, പഠിച്ചു. പക്ഷെ എങ്കിൽ പോലും ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അമേസിംഗ് ആണ് കേട്ടോ. വളരെ പ്ലസൻ്റായ അന്തരീക്ഷം തന്നെയല്ല, ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഒരുമിച്ച്, അതായത് pre-KG തൊട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന ആൾ വരെ ഒരുമിച്ചൊരു ക്യാമ്പസിൽ ഹോഴ്സ് റൈഡിങ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും, പിന്നെ സ്പോർട്സ്. ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി രാവിലെ ഇത്രയും കുട്ടികൾ ഈ സ്പോർട്സ് ഒക്കെ ചെയ്യുന്നത്. നമ്മളൊക്കെ കാണുന്ന മൊബൈലിൽ നോക്കിയിരിക്കുന്ന കുട്ടികളാണ് പൊതുവെ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ട്. കൂടാതെ അക്കാഡമിക് കാര്യങ്ങളിലായാലും എല്ലാം വളരെ മുന്നിലാണ് ഹോളി ഗ്രേസ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം വന്ന് കണ്ട് തീരുമാനിച്ചാൽ മതി നിങ്ങൾ. ഞാൻ ഈ പറയുന്നത് ഇപ്പം എന്തായാലും ക്യാമറ ചതിക്കില്ല എന്ന പോലെ ക്യാമറ കണ്ടൊക്കെ സത്യം തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു അന്തരീക്ഷവും കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരിട്ട് വന്ന് കാണുക. എന്നിട്ട് കുട്ടികളെ ഇവിടെ ചേർക്കാൻ പറ്റുന്നതാണോ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആരും ഒരു നെഗറ്റീവും കണ്ടുപിടിക്കാൻ സാധ്യതയില്ല. അത് നിങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടുപോകുന്നവരൊന്ന് കമൻറ്റും ചെയ്യുക. എനിക്ക് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എങ്ങനെയാണ് നിങ്ങളിതിനെ കണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ക്യാൻറ്റീന്ന് ഫുഡൊക്കെ തരും. താങ്ക് യു. അപ്പോൾ ഫുഡും അങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ പിന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. 5 തരം ഡിഷസ്. അപ്പോൾ താങ്ക് യു ബൈ. പോട്ടെ, വേഗം പോട്ടെ.